എന്തായാലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ അതിവേഗ റെയിലിനെ കുറിച്ച് പ്രഖ്യാപനമില്ലാതായതോടെ പദ്ധതിയുടെ കാര്യത്തിൽ ആകെ ആശയക്കുഴപ്പമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച RRTS-നെ ഇ ശ്രീധരൻ തള്ളിയതോടെ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിലായി. DPR തയ്യാറാക്കുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞ ഹൈസ്പീഡ് റെയിലിന്റെയും പ്രായോഗികതയും ഇപ്പോൾ ചോദ്യചിഹ്നത്തിലാണ്. പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ നോക്കിയതാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമോ എന്ന്, പക്ഷേ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇ ശ്രീധരൻ ആകെ ആത്മവിശ്വാസത്തിലാണ്. ദാ ഇന്ന് ഓഫീസ് വരെ പൊന്നാനിയിൽ തുറക്കാൻ പോവുകയാണ്. കേന്ദ്രം ഒട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല, പക്ഷെ അതിനെക്കുറിച്ച് കേന്ദ്രം സംസാരിക്കും, ഇതുമായി മുന്നിലേക്ക് പോകുമെന്ന് ശ്രീധരൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നാമതേ സംസ്ഥാനവും ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ട്. എന്നിട്ടും അതേ പാതയിലൂടെ പോവുകയാണ്. ഇത് ശരിക്കും എവിടെ ചെന്ന് അവസാനിക്കും? ആകെപ്പാട് ആശയക്കുഴപ്പമാണ്. എന്താണ് ശരിക്കും ഇതിൽ നടക്കുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ കഷ്ടിച്ച് 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ പൊന്നാനിയിൽ അതിവേഗ പാതയ്ക്കുള്ള ഓഫീസ് തുറക്കുന്നതും സംസ്ഥാന ബജറ്റിൽ RRTS അതിവേഗ പാത പ്രഖ്യാപിച്ചത്, സിൽവർ ലൈൻ ഒഴിവാക്കി RRTS പ്രഖ്യാപിച്ചതും എല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് വിലയിരുത്താൻ മാത്രമേ ഇപ്പോൾ കഴിയൂ. കാരണം ഇന്നലെ റെയിൽ ബജറ്റ് പ്രഖ്യാപിക്കുന്നു. റെയിൽ ബജറ്റിൽ സംസ്ഥാനത്തിന് അതിവേഗ പാതയെക്കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. അതിവേഗ കോറിഡോറിനെ കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞെന്താണ്, അത് മലയാളികൾക്കും ഗുണം കിട്ടും, അത് മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമല്ലോ, അപ്പോൾ ഗുണം കിട്ടുമെന്നാണ്. ഇതിപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ പോയാൽ ന്യൂയോർക്ക് നിലവാരം മലയാളിക്ക് കിട്ടും, അപ്പോൾ ന്യൂയോർക്കിലെ നിലവാരം മലയാളിക്കും കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ അമേരിക്കയിൽ പോകണം അവിടുത്തെ നിലവാരം കിട്ടണമെങ്കിൽ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് യുക്തിയും അർത്ഥമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, മെട്രോമാൻ ഇ ശ്രീധരൻ അവിടെ ഓഫീസ് തുറന്ന് DPR-ന്റെ പണി റ്റുള്ള ഭാഗമായുള്ള ഓഫീസ് തുറക്കുന്നു. ജനങ്ങളെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് ഓഫീസൊക്കെ തുറന്ന് അടുത്ത 1 മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇതിലൊരു പ്രഖ്യാപനം വരേണ്ടിയിരുന്നത് സംസ്ഥാന ബജറ്റിലാണ്, ക്ഷമിക്കണം, കേന്ദ്ര ബജറ്റിലാണ്. അതിനുണ്ടായില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഈ അതിവേഗ പാത കേരളത്തിന് ഉറപ്പായി ലഭിക്കുമെന്നൊക്കെയുള്ള വിശദീകരണം നൽകിയാൽ മതിയല്ലോ. കാരണം പ്രഖ്യാപിച്ച 50 പദ്ധതികളിലൊന്നും തന്നെ കേരളത്തിന് അതിവേഗ റെയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു മാധ്യമപ്രവർത്തകരെ കാണുന്നൊരവസരത്തിൽ അതിവേഗ പാത കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ RRTS-ന്റെ കാര്യം, ഇപ്പോൾ സിൽവർ ലൈൻ ഇവിടെ നടപ്പാക്കുമെന്ന് ശക്തിയുക്തം വാദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ എല്ലാ വിധത്തിലുള്ള എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് നടക്കില്ല, കേന്ദ്രം അനുവദിക്കില്ല എന്ന് മനസ്സിലായതോടെ തന്നെയാണ് ഇപ്പോൾ RRTS എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്, നേരത്തെ തന്നെ ഈ സിൽവർ ലൈനെ എതിർക്കുന്നവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഭൂഗർഭ പാതയിലൂടെയും അതുപോലെ തന്നെ പാലങ്ങളിൽ തൂണുകൾ സ്ഥാപിച്ച് പാലങ്ങളിലൂടെയുമുള്ള ഒരു പാതയാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതാകുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ കുറവാണ്, ജനങ്ങൾക്ക് വലിയ എതിർപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനോടാണ് ഇ ശ്രീധരനെ അനുകൂലിക്കുന്നത്. സംസ്ഥാന സർക്കാരും അതിനെ അനുകൂലിക്കുന്ന നിലയിലെത്തി. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് ഒരു അതിവേഗ പാത വരികയാണെങ്കിൽ അതിന് എല്ലാവരും ഒരേ സ്വരത്തിലാണ്. കാരണം ഭൂമി ഏറ്റെടുക്കൽ കുറവുള്ള ഈ ഭൂഗർഭ പാതയിലൂടെയും അതുപോലെ തന്നെ മേൽപ്പാലങ്ങളിലൂടെയുമുള്ള പാത എന്നുള്ളതിനോട് യോജിപ്പാണ്. അങ്ങനെ വരുമ്പോൾ 2 പാത, ഇപ്പോൾ RRTS ആ രീതിയിലാണ് സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത്. അത് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ നടത്തേണ്ടതാണ്. ഇനി അതിവേഗ പാത കേരളത്തിൽ നടക്കുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ ഒരു ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തർക്കങ്ങളൊന്നുമില്ല. പിന്നെ പദ്ധതിയുടെ ക്രെഡിറ്റ് സംബന്ധിച്ചാണ്, അതായത് RRTS സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കും, ബജറ്റിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ശ്രീധരൻ പറയുന്നത് അതൊരു ഫൂളിഷ് പ്രോജക്റ്റാണ് എന്നതാണ്. അപ്പോൾ അതേസമയം തന്നെ, എന്നാൽ അങ്ങനെയാണെങ്കിൽ അതിവേഗ പാത കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിക്കാത്തത് അതും ഉണ്ടായില്ല, ബജറ്റിലും ഉണ്ടായില്ല. അതേസമയം തന്നെ ബജറ്റിന് പുറത്തുള്ള ആളുകൾ, അതായത് ഈ ശ്രീധരനെ പോലെ നിൽക്കുന്ന ആളുകൾ ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ, അതായത് ആകെപ്പാടൊരു തർക്കമുണ്ട്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ന് വലിയ ഒരു ആശയക്കുഴപ്പമുണ്ട്. സംസ്ഥാനം ഒന്ന് പറയുന്നു, ഈ ശ്രീധരൻ മറ്റൊന്ന് പറയുന്നു, കേന്ദ്രമൊട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് കേന്ദ്രം പറയുമെന്ന് ഈ ശ്രീധരൻ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് ഓഫീസ് തുറക്കും, അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്? നിങ്ങളൊരു ഉറപ്പ് നൽകൂ. ഇതിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ബജറ്റിൽ പോലും ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതും ഇല്ല. നിങ്ങളാണെങ്കിൽ ഒരാൾ ഒരു വഴി പോകുന്നു, അടുത്ത ആൾ അടുത്ത വഴി പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് കാര്യങ്ങൾ വിവരിച്ചത്.